नमस्ते, सबको स्वागत। पिछली कक्षा में संबंध बोधक के बारे में पढ़ा। संबंध बोधक क्या है, इसके भेदों के बारे में पढ़ा। प्रयोग के अनुसार संबंध बोधक के दो भेद होते हैं, संबद्ध, अनुबद्ध। दूसरा, रूप के आधार पर संबंध बोधक दो प्रकार के होते हैं, मूल यौगिक। നെക്സ്റ്റ് നമ്മൾ എടുക്കാൻ പോകുന്നത് സമുച്ചയ ബോധകമാണ്, കൺജങ്ഷൻ എന്ന് പറയും. അവികാരി ശബ്ദത്തിൽ വരുന്ന മൂന്നാമത്തെയാണ് സമുച്ചയ ബോധക്. ക്രിയാവിശേഷൻ അതുപോലെ തന്നെ സംബന്ധ ബോധക് നമ്മൾ പഠിച്ചു. അടുത്തത് സമുച്ചയ ബോധക്. എന്താണ് समुच्चय बोधक? समुच्चय बोधक किसे कहते हैं? जो अव्यय शब्दों, वाक्यों अथवा वाक्य गंडों को परस्पर मिलाते हैं, वे समुच्चय बोधक अव्यय कहलाते हैं. എന്താണ് സമുച്ചയ ബോധക് അല്ലെങ്കിൽ സമുച്ചയ ബോധക് അവ്യയ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജോ അവ്യയ് അല്ലെങ്കിൽ അവികാരി ശബ്ദം, ഏത് അവ്യയമാണോ അല്ലെങ്കിൽ ഏത് അവികാരി ശബ്ദമാണോ, അതായത് ലിംഗത്തിനും വചനത്തിനും അനുസരിച്ച് മാറ്റങ്ങൾ വരാത്തതാണ് അവികാരി ശബ്ദം എന്ന് പറയുക, അല്ലെങ്കിൽ അവ്യയ് എന്ന് പറയുന്നത്. ജോ അവ്യയ് ശബ്ദവും വാക്യം അഥവാ വാക്യഖണ്ഡവും കോ പരസ്പരം മിലാത്ത ഹേ. അപ്പോൾ ഏത് അവ്യയം ഉപയോഗിച്ചിട്ടാണ് വാക്കുകളേനെ, അതുപോലെ തന്നെ വാക്യങ്ങളേനെ, സെൻറ്റൻസിനെ, അതുപോലെ തന്നെ പാരഗ്രാഫ്, വാക്യഖണ്ഡങ്ങൾ, ഇതെല്ലാം നമ്മൾ പരസ്പരം യോജിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. വേ സമുച്ചയ ബോധ അവ്യയ് കഹലാത്തെ ഹേ. അതിന് നമ്മൾ സമുച്ചയ ബോധ അവ്യയ് എന്ന് പറയുന്നു. അതായത് സെൻറ്റൻസിനെ ആയാലും വേർഡ്സിനെ ആയാലും കൂട്ടി യോജിപ്പിക്കാനായിട്ട്, പരസ്പരം യോജിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് സമുച്ചയ ബോധക് അല്ലെങ്കിൽ കൺജങ്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് പറയാം ജോ അവ്യയ് പദ്, അവ്യയ് പദ് ഏക് ശബ്ദ കാ ദൂസരേ ശബ്ദ സെ, ഒരു വേർഡ് വേറൊരു വേർഡുമായിട്ട്, അതല്ലെങ്കിൽ ഏക് വാക്യ കാ ദൂസരേ വാക്യ സെ, അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് വേറൊരു സെൻറ്റൻസുമായിട്ട്, അതല്ലെങ്കിൽ ഏക് വാക്യഖണ്ഡ് ദൂസരേ വാക്യഖണ്ഡ് സെ സംബന്ധ് ജോഡ്തേ ഹേ. ഇപ്പോൾ ഒരു സെൻറ്റൻസ് ആയാലും ഒരു വേർഡായാലും അത് പരസ്പരം കൂട്ടി യോജിപ്പിക്കാനായിട്ട് നമ്മുടെ ഇടയിൽ വയ്ക്കുന്ന ഒന്നാണ് സമുച്ചയ ബോധക് അവ്യയ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്കതിനെ യോജക എന്ന് പറയാൻ പറ്റും. സമുച്ചയ ബോധ അവ്യയ് നമുക്ക് യോജകത, യോജിപ്പിക്കാനായിട്ട്, കൂട്ടി യോജിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇവിടെ പറയുന്നു ജൈസേ, യദി, അഗർ, ഔർ, അഥവാ, ക്യോംകി, ഇസ്ലിയെ ആദി. ഇപ്പോൾ രണ്ട് സെൻറ്റൻസിനെ ആയാലും രണ്ട് വേർഡ്സിനെ ആയാലും കൂട്ടി യോജിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് സമുച്ചയ ബോധക് അവ്യയ് എന്ന് പറയുന്നത്. അത് ഏതെല്ലാം വേർഡ്സ് ആണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്നതെന്നാണ് പറയുന്നത്. യദി ഉണ്ട്, അഗർ, ഔർ, അഥവാ, ക്യോംകി, ഇസ്ലിയെ. ഇതാണ് നമ്മൾ കൺജങ്ഷനായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി ഇതിൽ പ്രयोग की दृष्टि से समुच्चय बोध अवयव के दो भेद हैं, സമാനാധികരൺ, വ്യതികരൺ. അപ്പം പ്രയോഗത്തിൻ്റെ ആ ഒരു ദൃഷ്ടി കൂടെ നോക്കുകയാണെങ്കിൽ, ആ ഒരു കാഴ്ചപ്പാടി കൂടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ സമുച്ചയ ബോധ അവ്യയം എന്ന് പറയുന്നത് രണ്ട് തരത്തിൽ തിരിക്കുന്നുണ്ട്. ആദ്യത്തെ സമാനാധികരണമാണ്, രണ്ടാമത്തെ വ്യതികരൺ. ഇപ്പോൾ प्रयोग की दृष्टि से समुच्चय बोध अव्यय के दो भेद होते हैं. पहला समानाधिकरण अव्यय, दूसरा വ്യതികരൺ. അതിലാദ്യത്തെയാണ് സമാനാധികരണം എന്ന് പറയുന്നത്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. जो समुच्चय बोध समान स्थिति वाले दो वाक्यों अथवा वाक्य खंडों को जोड़ता है, उसे समानाधिकरण समुच्चय बोध कहते हैं. എന്താണ് സമാനാധികരൺ സമുച്ചയ ബോധക്? അപ്പോൾ ജോ സമുച്ചയ ബോധക് സമാൻ സ്ഥിതി വാലെ, ഏത് കൺജങ്ഷനാണ് അല്ലെങ്കിൽ ഏത് സമുച്ചയ ബോധക അവ്യയമാണോ ഒരേപോലെ, സമാൻ സ്ഥിതി വാലെ ദോ വാക്യം, ഒരേപോലെയുള്ള രണ്ട് സെൻറ്റൻസിനെ അല്ലെങ്കിൽ അഥവാ വാക്യഖണ്ഡം കോ ജോഡ്താ ഹെ, അല്ലെങ്കിൽ
വാക്യാംശങ്ങളെ യോജിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഒന്നുകിൽ 2 സെൻറ്റൻസ് അല്ലെങ്കിൽ 2 വാക്യാംശങ്ങളെ യോജിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഉസേ സമാനാധികരൺ സമുച്ചയബോധകഥയെ. അതിന് നമ്മൾ സമാനാധികരൺ സമുച്ചയബോധം എന്ന് പറയുന്നത് ഒരേപോലെയുള്ള 2 സെൻറ്റൻസിനെ അല്ലെങ്കിൽ 2 സെൻറ്റൻസിൻ്റെ ഭാഗങ്ങളെ യോജിപ്പിക്കാനായിട്ട് നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്, ഏത് സമുച്ചയബോധ അവ്യയാണ് ഉപയോഗിക്കുന്നത്, അതിന് നമ്മൾ സമാനാധികരൺ സമുച്ചയബോധ कहते हैं. പോയിൻ്റ് ഇതാണ്, സമാൻ സ്ഥിതി വാലെ ദോ വാക്യം കോ അഥവാ സമാൻ സ്ഥിതി വാലെ ദോ വാക്യ ഖണ്ഡോം കോ ജോഡ്താ ഹെ. ഒരേപോലെ വരുന്ന വാക്യാംശങ്ങളെ അല്ലെങ്കിൽ ഒരേപോലെ വരുന്ന വാക്യാംശങ്ങൾ അതല്ലെങ്കിൽ ഒരേപോലെ വരുന്ന സെൻറ്റൻസിനെ യോജിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നു സമാനാധികരൺ സമുച്ചയബോധക് എന്ന് പറയുന്നത്. ഇസ്കെ 4 ഉപഭേദ് ഹെ. ഇതിനെ 4ആയിട്ട് തിരിക്കുന്നുണ്ട്. സമാനാധികരൺ സമുച്ചയബോധകനെ വീണ്ടും 4ആയിട്ട് തിരിക്കുന്നു. ഒന്നാമത്തെ സംയോജക്, രണ്ടാമത്തെ വിഭാജക്, 3 വിരോധ ദർശക്, 4 പരിണാമ ദർശക്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു സമുച്ചയബോധക് എന്താണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് സമുച്ചയബോധക് നമ്മൾ 2ആയിട്ട് തിരിച്ചു, സമാനാധികരണവും വ്യതികരണവും. അതിൽ സമാനാധികരണം എന്ന് പറയുന്ന ആദ്യത്തെ കോർഡിനേറ്റ് എന്ന് വേണമെങ്കിൽ പറയാതെ സമാനാധികരൺ കോർഡിനേറ്റ് കൺജങ്ഷൻ. അപ്പോൾ അതിനെ വീണ്ടും നമ്മൾ സമാനാധികരണം എന്താന്ന് പറഞ്ഞു. സമാന സ്ഥിതി വാലെ ദോ വാക്യം അവർ ദോ വാക്യ ഖണ്ഡോം കോ ജോഡ്താ ഹെ ഉസേ സമാനാധികരൺ സമുച്ചയബോധം എന്ന് പറഞ്ഞാൽ അതിന് വീണ്ടും നമ്മൾ 4ആയിട്ട് തിരിച്ചു. ആദ്യത്തെ സംയോജകാണ്. എന്താണ് സംയോജക്, സമാനാധികരൺ സമുച്ചയബോധക് എന്താണ്? സംയോജക് जो समानाधिकरण समुच्चयबोधक 2 या 2 से अधिक बातों को जोड़ता है, 2 या 2 से अधिक बातों को जोड़ता है, उसे संयोजक समानाधिकरण समुच्चयबोधक कहते हैं. അപ്പോൾ എന്തിനെയാണ് സംയോജക സമാനാധികരൺ സമുച്ചയബോധം എന്ന് പറയുന്നത്? എന്തിനെയാണ് 2 या 2 से अधिक बातों को जोड़ता है. 2 2-ലധികം വരുന്ന കാര്യങ്ങളെ യോജിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് സംയോജകം എന്ന് പറയുന്നത്. 2 2-ലധികം വരുന്ന ഇവിടെ പറയാം നമുക്ക് ജോ അവ്യയ് दो शब्दों वाक्यांशों या समान वर्ग के 2 उपवाक्यों में സംയോഗ പ്രകട करते हैं. നമുക്ക് വേണമെങ്കിൽ പറയാം 2 വേർഡ്സ് അല്ലെങ്കിൽ 2 2-ലധികം വരുന്ന വേർഡ്സ് അല്ലെങ്കിൽ 2 2-ലധികം വരുന്ന സെൻറ്റൻസുകൾ അല്ലെങ്കിൽ ഉപവാക്യങ്ങൾ, ഇതിനെയെല്ലാം നമ്മൾ കൂട്ടിച്ചേർക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് സംയോജകം എന്ന് പറയുന്നത്. അപ്പോൾ പോയിൻ്റ് ഇതാണ്, 2 या 2 से अधिक बातों को जोड़ने के लिए പ്രയോഗ करते हैं. ഇതിലേതൊക്കെ വരുന്നത് നോക്കാം. ഇതിൽ നമ്മളൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ജയ്സെ രാം ഔർ സീത, രാമനും സീതയും എൻ്റെ എന്നുള്ള അർത്ഥത്തിൽ രാം ഔർ സീത. അതിൽ ഔർ എന്ന് പറയുന്നത് അവിടെ സംയോജകമാണ്, കൂട്ടിച്ചേർക്കാനായിട്ട് ഉപയോഗിക്കുന്ന ആ കൺജങ്ഷനാണ്. ഔർ, തഥാ, ഏവം, വാ ആദി സംയോജക അവ്യയഹേ. അപ്പോൾ ഇതിൽ വരുന്ന സംയോജക എന്ന് പറയുന്ന അവ്യയങ്ങൾ ഏതാണെന്ന് പറയുന്നുണ്ട്. ഔറുണ്ട്, തഥാ, ഏവം, വ തുടങ്ങിയവയാണ് സംയോജക അവ്യയം എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് എക്സാമ്പിൾ വേണമെങ്കിൽ വേറെ നോക്കാം. രാം ഔർ ശ്യാം ഭായി ഭായി ഹെ. ഔർ എന്നുള്ള ഒരു കൺജങ്ഷനാണ്, സംയോജകമാണ് നമ്മളവിടെ വെച്ചത്. അതുപോലെ തന്നെ ഫുട്ബോൾ തഥാ ഹോക്കി ദോനോ മേച്ച് ഖേലുങ്ക. ഫുട്ബോൾ തഥാ ഹോക്കി, അവിടെ തഥാ എന്ന് പറയുന്ന സംയോജകമാണ് നമ്മളവിടെ വെച്ചത്. അതുപോലെ തന്നെ ഇതിഹാസ് ഏവം ഭൂഗോൾ ദോനോം കാ അധ്യയൻ കരോ. ഇതിഹാസ് ഏവം ഭൂഗോൾ, ചരിത്രവും ഭൂമിശാസ്ത്രവും. അപ്പോൾ നമ്മൾ ഔർ എന്നുള്ളതുണ്ട്, തഥ ഉണ്ട്,
ഏവമുണ്ട്, അതുപോലെ തന്നെ വ തുടങ്ങിയവയാണ് സംയോജക അവ്യയങ്ങളായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ പോയിൻ്റ് സമാനാധികരൺ സമുച്ചയബോധയിൽ ആദ്യത്തെ പോയിൻ്റാണ് സംയോജകം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് വിഭാജകമാണ്. എന്താണ് വിഭാജക് സമാനാധികരൺ സമുച്ചയബോധകം എന്ന് പറയുന്നത്? यह अव्यय इस बात का बोध कराता है कि दो बातों में से एक की स्वीकृति अथवा दूसरे का निषेध होगा. വിഭാജകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് അറിയുന്ന കാര്യം എന്ന് പറയുന്നത് ഒന്നുകിൽ സ്വീകരിക്കുക അല്ലെങ്കിൽ വേണ്ടാന്ന് വയ്ക്കുക. വിഭാജക് ഒരു ഡിവിഷനാണ് അവിടെ വരുന്നത്. എന്താണെന്ന് നോക്കാം. യഹ് അവ്യയ് ഇസ് ബാത്ത് കാ ബോധ് കരാത്താ ഹെ. ഈ വിഭാജക് എന്ന് പറയുന്ന സമാനാധികരൺ സമുച്ചയബോധ അവ്യയ് ഈ കാര്യത്തെക്കുറിച്ചാണ് ഓർമ്മിപ്പിക്കുന്നത്. എന്താണ്? ദോ ബാത്തോ മേം സേ ഏക് കി സ്വീകൃതി. പോയിൻ്റ് ഇതാണ്. ദോ ബാത്തോ മേം സേ ഏക് കി സ്വീകൃതി. രണ്ട് കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഒന്നിനെ സ്വീകരിക്കുകയും അഥവാ ദൂസരേക്കാ നിഷേധ് ഹോക, അതല്ലെങ്കിൽ മറ്റേനെ നിഷേധിക്കുക, വേണ്ടാന്ന് വയ്ക്കുക. ഒന്നുകിൽ സ്വീകരിക്കുക അല്ലെങ്കിൽ വേണ്ടാന്ന് വയ്ക്കുക. അതിനെയാണ് നമ്മൾ വിഭാജകം എന്ന് പറയുന്നത്. എന്താണ് വിഭാജകം എന്ന് പറയുന്നത്? ദോ ബാത്തോ മേം സേ ഏക് കി സ്വീകൃതി അഥവാ ദൂസരേക്ക നിഷേധ് ഹോക. ഒന്നിനെ സ്വീകരിക്കുക, മറ്റൊന്നിനെ വേണ്ടാന്ന് വയ്ക്കുക. അപ്പോൾ വിഭാജകം അല്ലെങ്കിൽ ഈ വികല്പം നമുക്ക് ചോയ്സ് പറയാം. വികല്പ് വിഭാജകം അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വികല്പം എന്ന് പറയാം. ഒരു ഓപ്ഷൻ, വേണോ വേണ്ടയോ, സ്വീകരിക്കണോ വേണ്ടയോ. ഇപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ജോ അവ്യയപദ് ശബ്ദോं वाक्यों या वाक्यांशों में विकल्प प्रकट करते हैं. അവിടെ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഒരു ചോയ്സാണ് അവിടെ പ്രകടമാക്കുന്നത്. ഇപ്പോൾ വിഭാജകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് വേണമെങ്കിൽ സ്വീകരിക്കാം അല്ലെങ്കിൽ വേണ്ടാന്ന് വയ്ക്കാം, ഏതെങ്കിലും ഒരു ചോയ്സ്. ഇവിടെ പറയുന്നു ജയ്സെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ചാക്കു യാ ചുരി ലേലോ. കടാര അല്ലെ കത്തി, കടാര അല്ലെങ്കിൽ കത്തി, ഇപ്പോൾ രണ്ടും നമ്മൾ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഒരു ആയുധമാണ്, വെപ്പണാണ്. ഒന്നുകിൽ ചാക്കു അതല്ലെങ്കിൽ ചുരി. ചാക്കു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടാര എന്നൊക്കെ പറയാം, അതുപോലെ ചുരി കത്തി, ഏത് വേണമെങ്കിൽ ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ അത്. ചാഹേ ആജ് പഠോ ചാഹേ കൽ പഠോ. അപ്പോൾ നമ്മൾ ആദ്യത്തിൽ ചാക്കു യാ ചുരി ലേലോ എന്നുള്ളതിൽ യാ എന്ന് പറയുന്ന വിഭാജക സമുച്ചയബോധ അവ്യയാണ് വെച്ചത്. നെക്സ്റ്റ് വരുന്നത് ചാഹേ ആജ് പഠോ ചാഹേ കൽ പഠോ. വേണമെങ്കിൽ ഇന്ന് പഠിക്കുക അല്ലെങ്കിൽ നാളെ പഠിക്കുക. അപ്പോൾ നമ്മൾ ഒന്നുകിൽ ഒന്ന് സ്വീകരിക്കുക അല്ലെങ്കിൽ നിഷേധിക്കുക എന്ന് പറഞ്ഞു, അതല്ലെങ്കിൽ ഇത് എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ ഇവിടെ ചാഹേ ആജ് പഠോ ചാഹേ കൽ പഠോ. അപ്പോൾ ചാഹേ ചാഹേ എന്നുള്ളത് നമ്മളിവിടെ വിഭാജകമായിട്ട് ഉപയോഗിച്ചു. അതുപോലെ തന്നെ യാ വാ അഥവാ കിംവ കി യായ ചാഹേ ചാഹേ ക്യാ ക്യാ നാന ആദി വിഭാജക അവ്യയേ. അപ്പോൾ ഇതിലതുപോലെ തന്നെ കുറച്ച് അവ്യയങ്ങൾ വരുന്നുണ്ട്, വിഭാജക അവ്യയമായിട്ട് വരുന്നുണ്ട്. യാ എന്നുള്ളതുണ്ട്, വാ ഉണ്ട്, അഥവാ ഉണ്ട്, കിംവ കി യായ ചാഹേ ചാഹേ ക്യാ ക്യാ നാന ആദി വിഭാജക അവ്യയേ. ഇപ്പോൾ വിഭാജക അവ്യയം നമ്മൾ പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ വരെ പറയാം. തും ടങ് സെ പഠോ അന്യത ഫെയിൽ ഹോ ജായേഗേ. അപ്പോൾ നന്നായി പഠിക്കുക, അതല്ലെങ്കിൽ തോറ്റുപോകും എന്നുള്ള അർത്ഥം. അന്യത അഥവാ എന്നുള്ള അർത്ഥത്തിൽ. നെക്സ്റ്റ് വരുന്നത് വിരോധദർശകമാണ്. അപ്പം 4ആയിട്ടാണ് തിരിച്ചത്. സംയോജക, വിഭാജക, വിരോധദർശക, പരിണാമദർശക. 3ാമത്തെ പോയിൻ്റാണ് വിരോധദർശകം എന്ന് പറയുന്നത്. എന്താണ് വിരോധദർശക്? ഇസ് അവ്യയ ദ്വാര ദോ ബാത്തോ മേ പരസ്പര വിരോധ പ്രകട ഹോത്താ ഹെ. ഇപ്പോൾ ഇതിൽ പറയുന്നത് ഇസ് അവ്യയ ദ്വാര ദോ ബാത്തോ മേ പരസ്പരം, രണ്ട് കാര്യങ്ങളിൽ വേർഡ്സ് ആയാലും സെൻറ്റൻസ് ആയാലും ഏത് തന്നെയായാലും എന്താണ് പറയുന്നത്, പരസ്പര വിരോധ പ്രകട ഹോത്താ ഹെ. പരസ്പരം എതിർപ്പല്ലെ വിരോധമാണ് അവിടെ പ്രകടിപ്പിക്കുന്നത്. ഇപ്പോൾ വിരോധദർശകം എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൽ തന്നെ നമുക്കറിയാം വിരോധം, വിരോധ പ്രകട ഹോത്താ ഹെ, പരസ്പര വിരോധ പ്രകട ഹോത്താ ഹെ. അതായത് ദോ ബാത്തോ മേ പരസ്പര വിരോധ പ്രകട ഹോത്താ, അതാണ് പോയിൻ്റ്.
അപ്പോൾ ഏത് അവ്യയം മുഖേനയാണ് രണ്ട് കാര്യങ്ങളിൽ, അതായത് വേർഡ്സ് ആയാലും അതുപോലെ തന്നെ അർത്ഥത്തിൻ്റെ കാര്യത്തിലായാലും സെൻറ്റൻസിൻ്റെ കാര്യത്തിലായാലും ഏത് കാര്യത്തിലായാലും അവിടെ വിരോധം പ്രകടമാക്കുന്നത്, എതിർപ്പിനെ പ്രകടമാക്കുന്നതാണ് വിരോധദർശകം എന്ന് പറയുന്നത്. ഇപ്പോൾ ജൈസെ ലഡ്ക ബുദ്ധിമാൻ ഹേ പർ നട്ട്കട്ട് ഹേ. അപ്പോൾ ആദ്യം പറഞ്ഞു ലഡ്ക ബുദ്ധിമാൻ ഹേ, ആൺകുട്ടി നല്ല ബുദ്ധിമാനാന്ന് പറഞ്ഞു. പർ നട്ട്കട്ട് ഹേ, നട്ട്കട്ട്, പക്ഷെ അവൻ കുറുമ്പനാണ്. അപ്പോൾ അവിടെ നല്ലതുണ്ട് ചീത്തയുണ്ട്, അതേ അവിടെ എതിർപ്പ് പ്രകടമാക്കണം. പറ നട്ട്കട്ട് ഹേ, പക്ഷേ എന്നുള്ള അർത്ഥത്തിൽ വന്നു. നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ്, പക്ഷേ കുറുമ്പനാണ്. അപ്പോൾ അതിൽ വരുന്ന അവ്യയങ്ങൾ കിന്തു, ബൽക്കി, വരൻ, പരന്തു, ലേക്കിൻ ആദി വിരോധദർശക അവ്യയം. പക്ഷേ നമ്മൾ പറയില്ലേ നന്നായി പഠിക്കും പക്ഷേ കുറുമ്പനാണ്. അതുപോലെ നന്നായി ഡാൻസ് കളിക്കും പക്ഷെ പഠിക്കില്ല. അപ്പോൾ നമ്മൾ നേരെ എതിരായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ പറയുന്നത്, ഓപ്പോസിറ്റായിട്ടുള്ള കാര്യങ്ങൾ. ലഡ്ക ബുദ്ധിമാൻ ഹേ പർ നട്ട്കട്ട് ഹേ, അല്ലെ പരന്തു, ലേക്കിൻ, നട്ട്കട്ട് ഹേ, പക്ഷേ, എന്നാൽ എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ അതിൽ വരുന്ന വിരോധദർശ അവ്യയം എന്ന് പറയുന്നത് കിന്തു, ബൽക്കി, വരൻ, പരന്തു, ലേക്കിൻ ആദി വിരോധദർശക് അവ്യയം. ഇതെല്ലാമാണ് വിരോധദർശക് അവ്യയിൽ വരുന്നത്. ഇനി നാലാമത്തെ പോയിൻ്റ് ഇവിടെ വരുന്നത് പരിണാമദർശകമാണ്. പരിണാമം എന്ന് പറഞ്ഞാൽ ഫലമായിട്ട്, അതിൻ്റെ ഫലമായിട്ട് എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ ജിസ് അവ്യസെ യെ പ്രകട ഹോക്കി അഗലി ബാത് പിछली बात का फल है वह പരിണാമദർശക അവ്യയ कहलाता है. ഇപ്പോൾ നമ്മൾ പറയില്ലേ അതിനി വരാനുള്ള കാര്യങ്ങൾ കഴിഞ്ഞതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇനി വരുന്ന കാര്യങ്ങൾ. അപ്പോൾ മുൻപ് ചെയ്തത് എന്താണോ അതിൻ്റെ ഫലം. ജിസ് അവ്യയ से ये प्रकट हो कि अगली बात पिछली बात का फल है. ഇപ്പോൾ മുമ്പ് ചെയ്തതിൻ്റെ ഫലമാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നതെന്ന് പറയും, അല്ല ഇനി വരാനുള്ളത്. അപ്പോൾ അതിൻ്റെ ഫലം എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത്. അപ്പോൾ പോയിൻ്റ് ഇതാണ്, ജിസ് അവ്യയ से ये प्रकट हो कि अगली बात पिछली बात का फल है. നമ്മൾ പറയുന്ന പേരാണ് പരിണാമദർശക അവ്യയ എന്നതിന് പറയുന്നു. ജൈസെ लड़के ने खूब मेहनत की इसलिए वह पास हो गया. സെൻറ്റൻസ് പറയുന്നതാണ് ലഡ്കിനെ ഖൂബ് മെഹനത്ത് കി, ആൺകുട്ടികൾ അല്ലെങ്കിൽ നന്നായി അധ്വാനിച്ചു, നന്നായി പഠിച്ചു, ഹാർഡ് വർക്ക് ചെയ്തു. ഇസ്ലിയെ വ പാസ് പോയ, അതുകൊണ്ട് അവൻ പാസ്സായി. ഇപ്പം മുൻപ് ചെയ്തതിൻ്റെ ഫലമായിട്ട് വരുന്ന കാര്യങ്ങൾ എന്താണോ അതിനെ സൂചിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് പരിണാമദർശക അല്ലെ പരിണാമ സൂചക അവ്യയം എന്ന് പറയുന്നത്. മുൻപ് നമ്മൾ ചെയ്തതിൻ്റെ ഫലം പിന്നീട് നമുക്ക് കിട്ടുന്നു. അപ്പം നന്നായി പഠിച്ച് പരീക്ഷ എഴുതി, നന്നായി ഹാർഡ് വർക്ക് ചെയ്തു, അപ്പോൾ അതിന് നല്ല റിസൾട്ട് കിട്ടി. അപ്പോൾ ലഡ്ക്കേനെ खूब मेहनत की इसलिए वह पास हो गया. अतः इस वास्ते, इस कारण അല്ലെങ്കിൽ इससे, लिहाजा, क्योंकि, जोकि, ताकि ആദി പരിണാമബോധക അവ്യയം. അതുകൊണ്ട്, എന്തുകൊണ്ടെന്നാൽ, ഈ കാരണം കൊണ്ട്, അങ്ങനെയുള്ള അർത്ഥം വരുന്നത്. അപ്പോൾ ലഡ്ക്കേനെ കൂപ്പ് മെഹനത്തിയാട് ഇസ്ലി എന്ന് പറയുന്നത് നമുക്ക് എന്തായി പരിണാമദർശക അവ്യയാണ്. ഇത് കൂടാതെ അതഹ ഉണ്ട്, ഇസ് വാസ്തെ, ഇസ് കാരൻ അല്ലെങ്കിൽ ഇസ്സേ, ലിഹാജ, ക്യോംകി, ജോക്കി, താക്കി എന്നിരുന്നാൽ തുടങ്ങിയവ പരിണാമബോധക അവ്യയങ്ങളാണ്. ഇതിലിപ്പോൾ നമുക്ക് വിരോധ സൂചകകൾ പറയാൻ വേണമെങ്കിൽ നമുക്ക് വഹ് ആയ പരന്തു ദേർസെ വിരോധ സൂചകകളാണത് പറയുന്നത്.
വിരോധ സൂചികയിൽ വിരോധ ദർശകയിൽ വരുന്നതാണ് നമ്മൾ കിന്തു ബൽക്കി പരന്തു ലേക്കിൻ. അതിൽ നമ്മൾ ലഡ്ക ബുദ്ധിമാൻ ഹേ ലേക്കിൻ നട്ട്കട്ട് ഹേ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ വഹായ പരന്തു ദർസെ, അവൻ വന്നു പക്ഷെ വൈകിട്ടാണ് വന്നേ, പരന്തു. അതുപോലെ തന്നെ നമുക്കതിൽ കിന്തു റോട്ടിയ മൂട്ടി, കിന്തു സ്വാദിഷ്ടതി, ചപ്പാത്തി നല്ല കട്ടിയുള്ളതായിരുന്നു പക്ഷെ നല്ല സ്വാദുള്ളതായിരുന്നു. എന്നിരുന്നാലും. അതുപോലെ മേം തോ ചലാ ജാവൂങ്ക ലേക്കിൻ തുമേ ബി ആനാ പടേഗ. ലേക്കിൻ അവിടെ മേം തോ ചലാ ജാവൂങ്ക, ഞാനാണെങ്കിൽ പോകാം പക്ഷേ തുമേ ബി ആനാ പടേഗ, നീയും കൂടി വരണം. അപ്പോൾ ഇവിടെ നമ്മൾ വിരോധ ദർശകയിൽ നമ്മൾ പറഞ്ഞു കിന്തു ബൽക്കി വരൻ തുടങ്ങിയാണ്. എന്നാൽ പരിണാമ ദർശകയിൽ നമ്മൾ പറഞ്ഞു അകലി ബാത്ത് കാ ഫൽ, അല്ലെങ്കിൽ അകലി ബാത്ത് പിछली ബാത്ത് കാ ഫൽ ഹേ. അതിൽ നമ്മൾ പറഞ്ഞു കുറച്ച് ഇത് പറഞ്ഞു, ക്യോംകി ഉണ്ട്, ജോക്കി ഇസ്ലിയെ വെച്ച് നമ്മൾ പറഞ്ഞു, താക്കി ഇതൊക്കെ അതിൽ വരുന്നുണ്ട്. തുമ്നെ മനാ കിയാ ഥാ ഇസ്ലിയെ മേനഹി ആയ, അതായത് നിങ്ങൾ തറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ വന്നില്ല, വരണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ വന്നില്ല. അതുപോലെ തന്നെ മേനെ യേ കാം ഗത്മ കർ ദിയ ജിസ്സെ കി തുമേം ആരാം മിൽ സക്കെ, ജിസ് കാരൺ സെ, ജിസ്സെ അല്ലെങ്കിൽ ജിസ് കാരൺ സെ, അതായത് ഞാൻ എൻ്റെ ജോലി അവസാനിപ്പിച്ചു. ജിസ്സെ കി തുമേ ആരാം മിൽ സക്കെ, അപ്പോൾ ജിസ്സെ അതുപോലെ തന്നെ ജിസ് കാരൺ സെ, ക്യോംകി, അതുപോലെ തന്നെ ഇസ്ലിയെ തുടങ്ങിയൊക്കെ പരിണാമദർശക്, സമാനാധികരൺ, സമുച്ചയ ബോധകൻ്റെ ഉദാഹരണങ്ങളാണ്, അല്ലെങ്കിൽ അതിനുപയോഗിക്കുന്ന അവ്യയങ്ങളാണ്. ഇന്ന് പഠിച്ചത് സമുച്ചയ ബോധകമാണ്. സമുച്ചയ ബോധകം എന്ന് പറഞ്ഞാൽ കൺജങ്ഷനാണ്. എന്താണ് സമുച്ചയ ബോധകം എന്ന് പഠിച്ചു. जो अव्यय शब्दों वाक्यों अथवा वाक्य गंडों को परस्पर मिलाते हैं वे समुच्चय बोधक अव्यय कहलाते हैं. यदि, अगर, और, क्योंकि, इसलिए आदि समुच्चय बोधक अव्यय है. इनी നമ്മൾ പഠിച്ചൊരു പോയിന്റ് ആണ്, प्रयोग की दृष्टि से समुच्चय बोध अवयव के दो भेद होते हैं, समानाधिकरण, व्यधिकरण. समानाधिकरण अव्यय क्या है? जो समुच्चय बोधक अव्यय समान स्थिति वाले दो वाक्यों अथवा वाक्य गंडों को जोड़ता है उसे समानाधिकरण समुच्चय बोधक कहते हैं. ये समानाधिकरण समुच्चय बोधक के 4 भेद होते हैं: संयोजक, विभाजक, विरोध दर्शक, परिणाम दर्शक. संयोजक क्या है? दो या दो से अधिक बातों को जोड़ता है, उसे संयोजक कहते हैं. और, तथा, एवं आदि संयोजक अव्यय है. दूसरा विभाजक है. विभाजक किसे कहते हैं? दो बातों में से एक की स्वीकृति अथवा दूसरे का निषेध होगा, उसे विभाजक कहते हैं. या, व, अथवा, किं व, चाहे चाहे, क्या क्या, नाना आदि विभाजक अव्यय है. तीसरा विरोध दर्शक. विरोध दर्शक में दो बातों में परस्पर विरोध प्रकट होता है. दो बातों में परस्पर विरोध प्रकट होता है. जैसे लड़का बुद्धिमान है लेकिन नटखट है, किंतु बल्कि वरन लेकिन परंतु पर आदि विरोध दर्शक अव्यय है. 14 परिणाम दर्शक. परिणाम दर्शक क्या है? अगली बात पिछली बात का फल है, उसे परिणाम दर्शक अव्यय कहलाता है. लड़के ने खूब मेहनत की इसलिए वह पास हो गया. ഇതിൽ അപ്പോൾ നമ്മളിതിൽ പറയുന്ന കുറച്ച് ഇതിൽ വരുന്ന അവ്യയങ്ങൾ ഇസ്ലിയ ഉണ്ട്, അത്തഹ ഉണ്ട്,
ജിസ്സെ ഉണ്ട്, അതുപോലെ തന്നെ ക്യോം കി, ജോ കി ആദി പരിണാമബോധക് അവ്യയ ഹെ. നെക്സ്റ്റ് നമുക്ക് എടുക്കാനുള്ളത് വ്യതികരൺ ബോധക് അവ്യയാണ്. സമുച്ചയബോധകനെ രണ്ടായി തിരിച്ചു, അതിൽ വ്യതികരൺ ബോധക് അവ്യയാണ് നമുക്കിനി എടുക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.